ഇന്ന് ഏകാദശി നാളിൽ ശ്രീമദ് ഭഗവത്ഗീത പാരായണം അത്യുത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചയും ഭഗവത്ഗീത പാരായണം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഗീതാധ്യാനത്തോടുകൂടി 15ാമത്തെ ഭഗവത്ഗീത അധ്യായം പാരായണം ചെയ്ത് ഭഗവാന് സമർപ്പിക്കുകയാണ്. ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ധൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായക പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം ഹംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രുതജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാകലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹര ദേവീയമാനം മുധാ ഭൂയാദ്ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗ എന്നറിയപ്പെടുന്ന അതിമഹത്തായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഭാഗമാണിത്. അത പഞ്ചദശോധ്യായ പുരുഷോത്തമയോഗഃ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സ വേദവിദ്. നരൂപമസ്യേഹ തഥോപലഭ്യതേ നാദോ ന ചാതിർന സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ജിത്വാ. തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസുതാ പുരാണി. അധ്യാത്മനിത്യാ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. മമൈവാംശോ ജീവലോകേ
ജീവഭൂത സനാതന മനഃഷട്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ശരീരം യദ്വാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരാ ഈശ്വരത്വേതാനി സംയാതി വായുർഗന്ധാനി വാസയാത്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാം. യദന്തോ യോഗിനഃസൈനം പശ്യന്താത്മാവിന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്തചേതസാം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. വിദ്ധി അല്ലേ? കാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധീ സർവാ സോമോ ഭൂത്വാ രസാത്മകം. വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാ പ്രാണാപാന സമായുക്ത ചപാവചാമൃണ്യം ചതുർവിധം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. ദ്വാവിമോ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഉത്തമപുരുഷസ്തന്യ പരമാത്മേന്യുദാഹ്യതാ യോ ധാതുതഃ ലോകത്രയമാവിശ്യ കർത്തവ്യേയ ഈശ്വരാ. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഗീതാമഹാത്മ്യം ഒരു ശ്ലോകം മാത്രം. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി ദിവസാമി സദൈവ ഹി. സർവത്ര ആറാമത്തെ ശ്ലോകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കും.